ഈശോ 12 ശിഷ്യന്മാരെ വിളിച്ച് കൂട്ടത്തിൽ കൊണ്ടു നടന്നു. കുറേ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു. ഈ 12 ശിഷ്യന്മാരും ഈശോയെ മനസ്സിലാക്കിയത് കാതലായ കാര്യങ്ങളിൽ ഒരേ രീതിയിലായിരുന്നെങ്കിലും വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ രീതിയിലായിരുന്നു. ഈ 12 ശിഷ്യന്മാർ തങ്ങൾക്ക് ലഭിച്ച ഓരോരുത്തർക്കും ലഭിച്ച ക്രിസ്തുവാനുഭവമായിട്ട് ഈശോ പറഞ്ഞതനുസരിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അവർ ചെന്ന് ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് അവിടുത്തെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ അവർക്ക് ലഭിച്ച ക്രിസ്തുവാനുഭവം പങ്കുവെച്ചു കൊടുത്തു. അങ്ങനെ അവർ ചെന്ന് പങ്കുവെച്ചു കൊടുത്ത സ്ഥലത്ത് ഒരു ക്രൈസ്തവ സമൂഹങ്ങൾ രൂപം കൊണ്ടു. ഈ ക്രൈസ്തവ സമൂഹങ്ങൾ പറയുന്ന പേരാണ് റീത്തുകൾ അല്ലെങ്കിൽ വ്യക്തിഗത സഭ എന്ന് പറയുന്നു. ഇന്ന് കത്തോലിക്ക സഭയിൽ 24 വ്യക്തിഗത സഭകളുണ്ട്, ഇൻഡിവിജ്വൽ ചർച്ചസ് ഉണ്ട്, അല്ലെങ്കിൽ റീത്തുകളുണ്ട്. ഈ റീത്തുകളിലൂടെയാണ്, ഈ ഇൻഡിവിജ്വൽ ചർച്ചസിലൂടെയാണ്, 24 ചാലിലൂടെയാണ് യേശുവിൻ്റെ പഠനങ്ങൾ തലമുറയായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ബൈബിളിലൂടെയും. അതുകൊണ്ടാണ് ബൈബിളും ഡിവൈൻ ട്രഡീഷൻ ഓഫ് ഇൻഡിവിജ്വൽ ചർച്ചസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവവർബ് നമ്പർ 9. അതുകൊണ്ട് എന്താണ് ഡിവൈൻ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ? ഫെയ്ത്ത്, ലിറ്റർജി ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് എൻ ഇൻഡിവിജ്വൽ ചർച്ച്. അതുകൊണ്ടാണ് ഇതൊക്കെ കൃത്യമായിട്ട് ഓരോ സഭകളും കാത്തു സൂക്ഷിക്കണമെന്നും വരും തലമുറയ്ക്ക് കൈമാറണമെന്നൊക്കെ മാർപ്പാപ്പ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം അതാണ്. നമ്മുടെ നല്ലൊരു ശതമാനം ആളുകൾക്ക് അറിയത്തില്ല ഇങ്ങനെ 24 വ്യക്തിഗത സഭകളുണ്ടെന്നും അതെങ്ങനെ ഉണ്ടായെന്നും അതിലൂടെ യേശുവിൻ്റെ പഠനങ്ങളാണ് കൈമാറി വരുന്നതെന്നും. ഈ അറിവില്ലായ്മ കൊണ്ടാണ് റീത്തിൻ്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കുണ്ടാക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുക, എല്ലാവർക്കും അറിയാമെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക, കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞ ആളുകളെ പഠിപ്പിക്കുന്ന ഒരു ചിന്തയാണ് എനിക്കുള്ളത്. ദൈവം അനുഗ്രഹിക്കട്ടെ.